ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, അതുപോലെ BFO, APO, CEO വരുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും പഠിക്കാനായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് കൃത്യം ഓർഡറിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയെല്ലാമാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം. തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് 2 ക്ലാസ് ആണ്. കാലത്ത് 12 മണിക്ക് നമ്മൾ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത്. ഓൾഡ് SCRT അതുപോലെ ന്യൂ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നൽകി വരുന്നത്. രാത്രി 8 മണിക്ക് നമ്മുടെ PYQ ഡിസ്കഷൻ സെഷൻ ആണ്. PYQ എന്ന് പറയുമ്പോൾ ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് കുറെ ചോദ്യങ്ങൾ എടുത്തിട്ടല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ ഓരോ ചോദ്യ പേപ്പറും നമ്മൾ എടുത്തിട്ട് അതിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള GK പോർഷൻസ്, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ചോദ്യ പേപ്പർ ആയിട്ട് ഇപ്പൊ ഏകദേശം 4ഓളം ചോദ്യ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചോദ്യ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇനി ഈ ചോദ്യ പേപ്പർ എല്ലാം കഴിയുന്ന സമയത്ത് അതിൽ നിന്നും PSCയുടെ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ ഒരുമിച്ചാണ് അല്ലെ റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നു. എല്ലാ ചോദ്യ പേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്തുന്നു. എന്നിട്ട് അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ സാറ്റർഡേ, സൺഡേ, ശനിയും ഞായറും ദിവസങ്ങളിൽ നമ്മൾ ഇപ്പൊ കമ്പനി ബോർഡ് LGSന് വേണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ എന്താണ് ബെവ്കോ LDC വരുന്ന ബാക്കിയുള്ള പരീക്ഷകൾക്കൊക്കെ എന്ത് വേണം? ഇംഗ്ലീഷും മലയാളവും വേണം. മാത്സ് ആണെങ്കിൽ ഇനി വരുന്ന ഏത് പരീക്ഷയ്ക്കാണെങ്കിലും മാത്സും വേണം അല്ലെ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശനിയും ഞായറും ദിവസങ്ങളിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇതിന്റെ ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. കറണ്ട് അഫയേഴ്സ് സെഷൻ എടുക്കുന്നത് ഞാനല്ല, അർച്ചന മിസ്സാണ്. രാത്രി 8 മണിക്ക് ഞായറാഴ്ചകളിൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നൽകി വരുന്നത്. എല്ലാ സൺഡേയും നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട്. ബാക്കി ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന്റെ ക്ലാസ്സുകൾ കൂടി നമ്മൾ റെക്കോർഡഡ് സെഷൻ ആയിട്ട് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തുടക്കക്കാർക്ക് പോലും, ഒട്ടും അറിയാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെയും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ക്ലാസ് ആണ്. യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം നൽകുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഓർഡറിൽ നിങ്ങൾക്ക് പഠിച്ചു വരണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണേ. PYQ ഡിസ്കഷൻ സെഷൻ നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ SCRT സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലാസ് എത്രയാണ് നമ്പർ, അതുപോലെ SCRTയുടെ എത്രാമത്തെ ക്ലാസ് ആണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ എത്രാമത്തെ ക്ലാസ് ആണ്, എല്ലാം ക്ലാസ് നമ്പർ മെൻഷൻ ചെയ്ത് നമ്മൾ ടെലിഗ്രാമിലാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ടെലിഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്സിൽ പ്രവൃത്തിയും ഊർജവും എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. LDCക്കാണെങ്കിലും LGSനാണെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് പ്രവൃത്തിയും ഊർജവും എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്ത് വരുന്ന മുഴുവൻ SCRT പാഠഭാഗങ്ങളും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം നോട്ട്ബുക്കും പെന്നും റെഡിയാക്കി വയ്ക്കുക. വ്യക്തമായിട്ട് ക്ലാസ് കേൾക്കുക, നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് പ്രവൃത്തിയും ഊർജവും എന്ന് പറയുന്ന ഭാഗത്തുള്ള SCRT പാഠഭാഗങ്ങളിലേക്ക് കിടക്കാം. 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററാണ്, ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ് ഊർജത്തിൻ്റെ ഉറവകൾ എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത് എന്താണ് ഇന്ധനങ്ങൾ അഥവാ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. എന്താണ് ഇന്ധനങ്ങൾ? കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ധനങ്ങൾക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ്? നമ്മൾ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വിറക്, മണ്ണെണ്ണ, വാഹനം ഓടിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള പെട്രോള്, ഡീസല്, ഇതെല്ലാം എന്താണ്? ഇന്ധനങ്ങളാണ്. വിറക്, മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ ഇതെല്ലാം ഇന്ധനങ്ങളാണ്. വിറക്, കൽക്കരി എന്നിവ ഖര ഇന്ധനങ്ങളും
പെട്രോളിയം അല്ലെ, പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ എന്നിവ എന്താണ്? ദ്രാവക ഇന്ധനങ്ങളുമാണ്. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. വിറകും കൽക്കരി എന്ന് പറയുന്നത് ഖരമാണ്. പെട്രോളിയം അല്ലെങ്കിൽ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്ന് പറയുന്നത് എന്താണ്? ദ്രാവക ഇന്ധനങ്ങളാണ്. LPG, CNG, ഹൈഡ്രജൻ എന്നിവ എന്താണ്? വാതക ഇന്ധനങ്ങളാണ്. അപ്പോൾ ഖര ഇന്ധനങ്ങൾ വിറക്, കൽക്കരി, ദ്രാവക ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ, വാതക ഇന്ധനങ്ങൾ എന്ന് പറയുന്നതാണ് LPG, CNG, ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പാചകത്തിന് മാത്രമാണോ നമ്മൾ എന്താണ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത്? അല്ല, നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. പാചകത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിറകൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാറിലും ബസ്സിലൊക്കെ പെട്രോൾ, ഡീസൽ പോലുള്ളത് ഉപയോഗിക്കുന്നുണ്ട്. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ഏവിയേഷൻ ഫ്യൂവൽ. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഏവിയേഷൻ ഫ്യൂവലാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏവിയേഷൻ ഫ്യൂവലാണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. ഇനി ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നത്. ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നത് എങ്ങനെയാണ്? ജ്വലനം മൂലമാണ്. അതിനാൽ ഇന്ധനങ്ങളെല്ലാം തന്നെ ഊർജ സ്രോതസ്സുകളാണ്. ഓക്കെ, ഇന്ധനം എന്ന് പറയുന്നത് എല്ലാം ഊർജ സ്രോതസ്സുകളാണ്. എന്താണ് കാരണം? ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ധനങ്ങളെല്ലാം തന്നെ എന്താണ്? ഊർജ സ്രോതസ്സുകളാണ്. ഇനി നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ഊർജം ലഭിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഊർജ സ്രോതസ്സുകളാണ്. അപ്പോൾ ഇന്ധനം എന്ന് പറയുന്നത് ഒരു ഊർജ സ്രോതസ്സാണ്. ആഹാരം എന്ന് പറയുന്നത് എന്താണ്? ഊർജ സ്രോതസ്സാണ്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നോക്കുക. വായു ഇല്ലെങ്കിൽ നോക്കുക, ഏതൊരു വസ്തു കത്താനും എന്താവശ്യമാണ്? വായു ആവശ്യമാണ്. ഇന്ധനങ്ങൾ കത്തണമെങ്കിലും എന്ത് വേണം? വായു വേണം. വായുവിലെ ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്നത്. അപ്പോൾ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ്. വായുവിലെ ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്നത്. ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് ഊർജം പുറത്തുവിടുന്നത്. ഇന്ധനങ്ങൾ എന്ത് ചെയ്യുന്നു? വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് ഊർജം പുറത്തുവിടുന്നത്. നമ്മുടെ ശരീരത്തിലും ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് ഊർജം ഉണ്ടാവുന്നത്. ശ്വസനത്തിലൂടെയാണ് ഓക്സിജൻ ശരീരത്തിൽ എത്തുന്നത്. അപ്പോൾ ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് ഊർജം പുറത്തുവിടുന്നത്. നമ്മുടെ ശരീരത്തിലാണെങ്കിലും ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? ഊർജം ഉണ്ടാവുന്നത്. ഇനി അടുപ്പിൽ വിറക് കത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഊതും അല്ലെ, കുഴൽ വെച്ചിട്ട് ഊതും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മൾ ഊതുന്ന സമയത്ത് എന്താണ് പുറത്തോട്ട് പോകുന്നത്? ഓക്സിജനാണ് പുറത്തോട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ കത്താൻ വേണ്ടിയിട്ടുള്ള വാതകമാണ് എന്ത്? സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ വിറകടുപ്പ് ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ വിറകടുപ്പിൽ കുത്തി നിറയ്ക്കരുത്. ഓക്കെ, വിറക് എന്ത് ചെയ്യരുത്? ആവശ്യത്തിൽ കൂടുതൽ കുത്തി നിറയ്ക്കരുത്. എന്തുകൊണ്ടാണ്? വായുസഞ്ചാരം ഉറപ്പാക്കണം. വിറക് ചെറിയ കഷ്ണങ്ങളാക്കി അടുപ്പിൽ വയ്ക്കണം. വിറക് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം. ദിവസവും അടുപ്പ് വൃത്തിയാക്കണം. മാസത്തിലൊരിക്കൽ പുകക്കുഴൽ വൃത്തിയാക്കണം. അപ്പോൾ ഗ്യാപ്പ് ഇടണം എന്ന് പറയുന്നത് എന്താണ്? വായുസഞ്ചാരം ഉറപ്പാക്കണം. ഓക്സിജൻ ഉണ്ടെങ്കിലേ കത്താനായിട്ട് സഹായം ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഒരു മെച്ചപ്പെട്ട അടുപ്പ് എന്ന് പറയുന്നത് എന്താണ് നോക്കുക. ഇന്ധനം പരമാവധി പ്രയോജനപ്പെടുത്തി താപം നൽകുന്ന അടുപ്പാണ് മെച്ചപ്പെട്ടത്. ഓക്കെ, ഇന്ധനം പരമാവധി പ്രയോജനപ്പെടുത്തി താപം നൽകുന്നത്. അതുപോലെ വായു സഞ്ചാരം സുഗമമായിരിക്കണം. ഉണ്ടാവുന്ന ചൂട് മുഴുവൻ പാത്രത്തിന് ലഭിക്കണം. പാചകം എളുപ്പമാക്കാനും ഇന്ധനം ലഭിക്കാനും ഇത് സഹായിക്കും. പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഉണ്ടാവണം. ഇതെല്ലാം ഉണ്ടെങ്കിലാണ് അതിനെ ഒരു മെച്ചപ്പെട്ട അടുപ്പ് എന്ന് നമ്മൾ പറയുന്നുള്ളൂ. അടുത്തത് ഇവിടെ വാഹനങ്ങളുടെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? കൂടുതലായിട്ട് വാഹനങ്ങൾ വരുന്നതിൻ്റെയും നമ്മൾ വാഹനങ്ങൾ മൂലം ഉണ്ടാവുന്ന പുക അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി ഇവിടെ നോക്കുക, പെട്രോളിയം റിഫൈനറി. അപ്പോൾ ഇവിടെ വെച്ചാണ് പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ, പെട്രോൾ തുടങ്ങിയവ വേർതിരിക്കുന്നത്. പെട്രോളിയം റിഫൈനറിയിൽ വെച്ച്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ, പെട്രോൾ എന്നിവ വേർതിരിക്കുന്നത് ഏതിൽ നിന്നാണ്? പെട്രോളിയം റിഫൈനറിയിൽ നിന്നാണ്. ദെൻ ഇവിടെ സൗരോർജ്ജ പാനൽ കൊടുത്തിട്ടുണ്ട്. കാറ്റാടി യന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു ഏരിയ ആണ്. കൺവെൻഷണൽ എനർജി സോഴ്സസും നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസും. നോക്കുക, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാവുന്നത്. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉണ്ടാവുന്നത്. ഇവ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് അറിയപ്പെടുന്നു.
ഓക്കെ, അപ്പോൾ എന്താണ് പെട്രോളിയം? കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം, അതായത് ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? പെട്രോളിയം ഉണ്ടാവുന്നത്. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉണ്ടാവുന്നത്. ഇവയാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് അല്ലേ പെട്രോളിയം, അതുപോലെ തന്നെ കൽക്കരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ്. ഇവയാണ് പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല, അത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിനെ പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇവ തീർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും. പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാർ, LPG എന്നിവ ഉൽപ്പാദിപ്പിക്കുവാനാണ്. കൂടാതെ കീടനാശിനികൾ, പ്ലാസ്റ്റിക്, ഔഷധങ്ങൾ തുടങ്ങിയ ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും പെട്രോളിയം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ളതിനെയാണ് പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ടുള്ള പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, അതെല്ലാം കൽക്കരി, ഇതെല്ലാം എന്താണ്? പാരമ്പര്യ ഇന്ധനങ്ങളാണ്. അടുത്തത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ നോക്കുക. സൗരോർജം, കാറ്റ്, തിരമാല എന്നിവ എത്ര ഉപയോഗിച്ചാലും എന്താണ്? അത് തീർന്നു പോകില്ല. അതിനെയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുക. സൗരോർജം, കാറ്റ്, തിരമാല എന്നിവ എത്ര ഉപയോഗിച്ചു കഴിഞ്ഞാലും അത് തീർന്നു പോകുന്നില്ല. അതിനെയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കുന്നത് സൗരോർജത്തെക്കുറിച്ചാണ്, സോളാർ എനർജിയെക്കുറിച്ചാണ്. ഇവിടെ കാൽക്കുലേറ്റർ, സോളാർ തെരുവ് വിളക്ക്, സോളാർ ഹീറ്റർ, സോളാർ കുക്കർ, എന്താണ് ഇതിൻ്റെ എല്ലാം പ്രത്യേകത? സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, കാൽക്കുലേറ്റർ, സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സോളാർ കാൽക്കുലേറ്റർ, സോളാർ തെരുവ് വിളക്ക്, സോളാർ ഹീറ്റർ, സോളാർ കുക്കർ. അപ്പോൾ ഇവിടെ ഇതെല്ലാം സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയാണ്. ഈ സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെൽ. ഇമ്പോർട്ടൻ്റ് ആണ്. സോളാർ സെൽ എന്ന് വെച്ചാൽ എന്താണ്? സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെൽ എന്ന് പറയുന്നത്. അവയുടെ നിരകളാണ് സൗരോർജ്ജ പാനലുകൾ. സോളാർ സെല്ലുകളുടെ നിരകളെയാണ് സൗരോർജ്ജ പാനലുകൾ എന്ന് പറയുന്നത്. സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘചതുരാകൃതിയിലുള്ള പാളികളാണ് ഈ സൗരോർജ്ജ പാനലുകൾ എന്ന് പറയുന്നത്. എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകുന്നില്ല എന്നതും മലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്നതും സൗരോർജ്ജത്തിൻ്റെ മേന്മകളാണ്. എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകുന്നില്ല, മലിനീകരണം ഉണ്ടാകുന്നില്ല. അപ്പോൾ സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിളക്കുകൾ, കുക്കറുകൾ, വാട്ടർ ഹീറ്ററുകൾ, കാൽക്കുലേറ്ററുകൾ എന്നിവ ഇന്ന് വ്യാപകമാണ്. അപ്പോൾ സൗരോർജ്ജം എന്ന് പറയുന്നത് എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകത്തില്ല, മലിനീകരണം ഉണ്ടാവുന്നില്ല. സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെൽ എന്ന് പറയുന്നത്. സോളാർ സെല്ലുകളുടെ നിരയാണ് സൗരോർജ്ജ പാനലുകൾ എന്ന് പറയുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സിലിക്കൺ കൊണ്ടാണ്. സിലിക്കൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിന് എക്സാമ്പിളാണ് കാൽക്കുലേറ്റർ, സോളാർ തെരുവിളക്ക്, സോളാർ ഹീറ്റർ, സോളാർ കുക്കർ, വാട്ടർ ഹീറ്റർ എന്നുള്ളതെല്ലാം. ഓക്കെ, അടുത്തത് കാറ്റിൽ നിന്ന് ഊർജ്ജം. വലിയ കാറ്റാടി യന്ത്രങ്ങൾ ചലിപ്പിക്കുന്നതിലൂടെയാണ് എന്ത് ലഭിക്കുന്നത്? കാറ്റിൽ നിന്നും ഊർജോൽപാദനം നടക്കുന്നത് അല്ലേ? അപ്പോൾ കാറ്റിൻ്റെ ശക്തി കൊണ്ട് എന്ത് ചെയ്യുന്നു? കാറ്റാടി കറങ്ങുന്നു. കാറ്റാടിയുടെ കറക്കം ജനറേറ്റർ പ്രവർത്തിക്കുന്നു. അങ്ങനെ വൈദ്യുതി ഉണ്ടാവുന്നു. അടുത്തത് ഭാവിയിലേക്ക് കരുതലോടെ നോക്കുക. വിറക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു, ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. ഉപയോഗിക്കും തോറും അത് കഴിഞ്ഞു പോകും അല്ലേ, പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. അപ്പോൾ അതൊരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. കത്തുമ്പോൾ ഉണ്ടാവുന്ന കരിയും വാതകങ്ങളും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാവുന്നുണ്ട്. മാത്രമല്ല വിറകിൻ്റെ അമിതോപയോഗം വനനശീകരണത്തിനും ഇടയാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ധനങ്ങളുടെ ഉപയോഗം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. കൽക്കരി, പെട്രോളിയം എന്നീ ഇന്ധനങ്ങളുടെ ഉപയോഗം കർശനമായി നിയന്ത്രിക്കുകയും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജം പരമാവധി പ്രയോജനപ്പെടുത്തുകയും. പാരമ്പര്യേതര ഊർജ്ജം ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ? സൗരോർജ്ജം, തിരമാല, കാറ്റ്, ഇതിൽ നിന്നുള്ള ഊർജ്ജമെല്ലാം കൂടുതൽ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് ഭാവിയിലേക്ക് ഊർജ്ജ പ്രതിസന്ധി മറികടക്കാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി പാഴാകുന്ന ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഇവിടെ പാഴായി പോകുന്ന ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് എങ്ങനെയൊക്കെയാണ് ഇന്ധനങ്ങൾ പാഴായി പോകുന്നത്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിലമെൻറ്റ് ബൾബ്
പ്രവർത്തിക്കുന്നതിന് കൂടുതൽ വൈദ്യുതി ആവശ്യമാണ്. ഫിലമെൻ്റ് ബൾബ് പ്രവർത്തിക്കുന്നതിന് വൈദ്യുതി കൂടുതൽ ആവശ്യമാണ്. എന്നാൽ അതേ വെളിച്ചം തരുന്ന CFL പ്രവർത്തിക്കുന്നതിന് വളരെ കുറച്ച് വൈദ്യുതി മതി. അതിനാൽ ഊർജം ലഭിക്കുന്നതിന് CFL ആണ് നല്ലത്. കൂടുതൽ ഊർജ്ജലാഭം ഉണ്ടാക്കുന്ന LED ലാമ്പുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് അറിയാം, വൈദ്യുതി ചാർജ് കുറയ്ക്കാനായിട്ട് നമ്മളെല്ലാവരും ഫിലമെൻറ്റ് ബൾബിന് പകരം എന്ത് ഉപയോഗിക്കുന്നുണ്ട്? CFL ബൾബ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് വൈദ്യുതി മതി. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ എന്താണ് നമ്മുടെ ഇന്ധനങ്ങൾ പാഴാകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഊർജം പാഴാക്കാതിരിക്കുമ്പോൾ ഊർജ്ജ സ്രോതസ്സുകൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചു വയ്ക്കുക. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ഡിസംബർ 14 ഓക്കെ. അപ്പോൾ ഇത്രയോ ആണ് നമുക്ക് ഈ ഊർജ്ജത്തിൻ്റെ ഉറവകൾ എന്ന് പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഊർജ്ജം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പാരമ്പര്യേതര ഊർജ്ജം, പാരമ്പര്യ ഊർജ്ജം എന്താണ്, ഇതിനുള്ള എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്, പ്രവൃത്തി, ഊർജ്ജം, പവർ. അത് നോക്കാം. ഇവിടെ നോക്കുക, 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററാണ് പ്രവൃത്തി, ഊർജ്ജം, പവർ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഭാഗത്ത് നിന്നുള്ള നമുക്ക് മുഴുവൻ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൊടുത്തിട്ടുള്ളത് പ്രവർത്തനവും പ്രയോഗിച്ച ബലത്തിൻ്റെ ഉറവിടവുമാണ്. അതായത് നമ്മൾ എന്തൊരു പ്രവർത്തനം നടക്കണമെങ്കിലും നമ്മൾ വസ്തുവിൽ ബലം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ബലം പ്രയോഗിച്ച ആ ഒരു സ്ഥാനത്തേക്ക് തന്നെ സ്ഥാനമാറ്റം സംഭവിക്കണം. അതായത് നോക്കുക, ഇവിടെ മാങ്ങ വീഴുന്നു എന്ന് പറയുമ്പോൾ പ്രയോഗിച്ച ബലത്തിൻ്റെ ഉറവിടം എവിടെയാണ്? ഭൂമിയാണ്. ഉന്തുവണ്ടി തള്ളുന്നു എന്ന് പറയുമ്പോൾ ആ തള്ളുന്ന ആളാണ് അവിടെ പ്രയോഗിച്ച ബലത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തേക്ക് ബലം പ്രയോഗിക്കുകയാണ്. ഒരു വസ്തുവിൽ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ മാത്രമേ ആ വസ്തുക്കൾക്ക് എന്തുണ്ടാവുള്ളൂ? സ്ഥാനാന്തരം ഉണ്ടാവത്തുള്ളൂ അല്ലേ? ഇപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഇരിക്കുന്നുണ്ട്. ആ ടേബിളിന് അവിടെ നിന്ന് സ്ഥാനമാറ്റം സംഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ബലം പ്രയോഗിക്കണം, അതിനെ പിടിച്ച് തള്ളണം അല്ലേ? നമ്മളൊരു ബലം കൊടുക്കുമ്പോഴാണ് അതിന് സ്ഥാനാന്തരം ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കുക, ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാവുന്ന ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്രിക്കറ്റ് ബോൾ അടിച്ചു തെറിപ്പിക്കുന്നു. നമ്മൾ അടിക്കുമ്പോൾ അതിന് സ്ഥാനമാറ്റം ഉണ്ടാവും അല്ലേ? പക്ഷെ നമ്മളൊരു ചുമരിൽ പിടിച്ച് തള്ളുവാണ്, ചുമരിന് വല്ല സ്ഥാനമാറ്റം ഉണ്ടാവോ? ഇല്ല. അപ്പോൾ സ്ഥാനമാറ്റം ഉണ്ടാവുന്നതും ഉണ്ട് ബലം പ്രയോഗിക്കുമ്പോൾ, സ്ഥാനമാറ്റം ഇല്ലാത്ത പ്രവർത്തനങ്ങളും ഉണ്ട് അല്ലേ? അപ്പോൾ എപ്പോഴും വസ്തുവിന് എന്തുണ്ടാവണം എന്നില്ല, സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല. വസ്തുക്കൾക്ക് ബലത്തിൻ്റെ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാവുന്ന സന്ദർഭങ്ങളിലായിട്ടാണ് പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു ടേബിൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മളതിന് ഈ ഡയറക്ഷനിൽ തള്ളുവാണ്. ഓക്കെ, ഒരു ബലം പ്രയോഗിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഇവിടെ ഇരിക്കുന്ന ഒരു ടേബിളാണ്, അതിന് നമ്മൾ ഈ ഡയറക്ഷനിൽ ഒരു തള്ളു കൊടുത്തു. ഓക്കെ, ഒരു ബലം പ്രയോഗിച്ചു. അപ്പോൾ അത് ഇവിടേക്ക് എത്തി. ഇവിടെ എന്താണ്, അതിനൊരു സ്ഥാനമാറ്റം സംഭവിച്ചുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രവൃത്തി ചെയ്തതായിട്ട് പറയും. ഓക്കെ, നമ്മൾ പ്രവൃത്തി ചെയ്തതായിട്ട് പറയണമെങ്കിൽ നമ്മളൊരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിന് എന്താ ഉണ്ടാവണം? സ്ഥാനാന്തരം ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമ്മൾ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കത്തുള്ളൂ. അപ്പോൾ എന്താണ് പ്രവൃത്തി എന്ന് പറയുന്നത്? പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട്, അതിന് നമ്മൾ ബലം പ്രയോഗിച്ചു. ഏത് ഡയറക്ഷനിലാണ്? ഈ ഡയറക്ഷനിലാണ് നമ്മൾ ബലം പ്രയോഗിക്കുന്നത്. സെയിം ഡയറക്ഷനിൽ തന്നെയാണ് അതിന് സ്ഥാനമാറ്റം ഉണ്ടായെങ്കിൽ എന്താണ്, അതേ ദിശയിൽ തന്നെയാണ് ഉണ്ടായതെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മളതിന് എന്ത് ചെയ്യാം? പ്രവൃത്തി ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ നോക്കാം, പ്രവൃത്തിയുടെ ഇക്വേഷനാണ് അടുത്ത് പറയുന്നത്. ഒരു വസ്തുവിൽ F ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിൻ്റെ ദിശയിൽ S മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് W = FS ആണ്. W = FS. F എന്താണ്? ബലമാണ്. S എന്ന് പറയുന്നത് എന്താണ്? സ്ഥാനാന്തരമാണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഒരു വസ്തുവിൽ 10 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ 2 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ്. അപ്പോൾ W = FS ആണ്. അപ്പോൾ F നമുക്കറിയാം 10 ആണെന്ന്, S എന്ന് പറയുന്നത് 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 10 × 2 = 20 ന്യൂട്ടൺ മീറ്റർ അല്ലേ? അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ എന്നാണല്ലോ ലഭിച്ചിരിക്കുന്നത്. ഇതിനെയാണ് ജൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ജൂൾ എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ മീറ്റർ എന്നുള്ളതാണ് ജൂൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ജൂൾ എന്നാണ് വിളിക്കുന്നത്. 1000 ജൂൾ എന്ന് പറയുന്നത് 1 കിലോ ജൂളാണ്. ഓക്കെ, 1000 ജൂൾ എന്ന് പറയുന്നത് എന്താണ്?
1 കിലോ ജൂളാണ്. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത ഇക്വേഷൻ നോക്കുക. നമ്മളൊരു വസ്തു മുകളിലോട്ട് ഉയർത്തുന്ന സമയത്ത് ഗുരുത്വാകർഷണ ബലത്തിന് എതിരെ ചെയ്യുന്ന പ്രവൃത്തിയാണ് W=mgh. ഓക്കെ, W=mgh എന്ന് പറയുന്നത് നമ്മളൊരു വസ്തു മുകളിലോട്ട് ഉയർത്തുന്ന സമയത്ത് ഗുരുത്വാകർഷണ ബലത്തിന് എതിരെയാണ് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ W= എന്താണ്? mgh ആണ്. ആ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. അവിടെ ഒരു എക്സാമ്പിൾ, ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് mgh വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതായത് 100 ഗ്രാം മാസുള്ള ഒരു പുസ്തകം, മാസ് എന്ന് പറയുന്നത് 100 ഗ്രാം ആണ്. 100 ഗ്രാം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം? കിലോഗ്രാമിലോട്ട് മാറ്റണം. അപ്പോൾ 0.1 kg എന്നായിട്ട് നമുക്ക് കിട്ടി. ദെൻ ഗ്രാമിലാണ്. ദെൻ 1 മീറ്റർ ഉയരമുള്ള എന്ന് പറയുമ്പോൾ 1 മീറ്റർ, ഹൈറ്റ് എന്ന് പറയുന്നത് h എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. g എന്ന് പറയുന്നത് 10 m/s². അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ നോക്കുക, 1 ജൂൾ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂൾ എന്ന് പറയുന്നത്. അപ്പോൾ 1 ജൂൾ എന്ന് പറയുന്നത് എന്താണ്? 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവിനെയാണ് നമ്മൾ 1 ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അതും പഠിച്ചു വച്ചേക്കാം കേട്ടോ. ഇനി പ്രവൃത്തി എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. അതായത് നെഗറ്റീവ് വർക്ക് ഉണ്ട്, പോസിറ്റീവ് വർക്ക് ഉണ്ട്, സീറോ വർക്ക് ഉണ്ട്. അപ്പോൾ എന്താണ് നെഗറ്റീവ് വർക്ക്, എന്താണ് പോസിറ്റീവ് വർക്ക്, എന്താണ് സീറോ വർക്ക്? നമുക്കത് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇത് നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മേശ പിടിച്ച് തള്ളുവാണ്. നമ്മൾ ഈ ഡയറക്ഷനിലാണ് തള്ളുന്നത്. നമ്മൾ കൊടുക്കുന്ന ബലത്തിൻ്റെ അതേ ദിശയിൽ തന്നെയാണ് അതിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നത്, സ്ഥാനാന്തരം ഉണ്ടാവുന്നത് എങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? പോസിറ്റീവ് എന്ന് പറയും. ആ പ്രവൃത്തിയെ നമ്മൾ പോസിറ്റീവ് എന്ന് പറയും. നമ്മൾ ബലം കൊടുക്കുന്ന ദിശയിൽ തന്നെ സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് വർക്ക് എന്ന് പറയും. ഇനി നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പിടിച്ച് നമ്മൾ അങ്ങോട്ടൊരു ബലം പ്രയോഗിക്കുന്നു, പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എതിർ ദിശയിലാണ് അതിന് സ്ഥാനാന്തരം സംഭവിക്കുന്നതെങ്കിൽ അതിനെ നെഗറ്റീവ് വർക്ക് എന്ന് പറയും. ഇനി നമ്മൾ ബലം പ്രയോഗിച്ചു, പക്ഷെ അവിടെ സ്ഥാനമാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ അതിനെ നമ്മൾ സീറോ വർക്ക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ വർക്ക് 3 തരത്തിലുണ്ട്: നെഗറ്റീവ്, പോസിറ്റീവ്, സീറോ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പോൾ പോസിറ്റീവ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു മേശ ഇവിടെ ഇരിക്കുകയാണ്, നമ്മൾ അതിനെ തള്ളി കൊടുക്കുന്നു. നമ്മൾ തള്ളുന്ന അതേ ദിശയിലോട്ട് തന്നെ ആ മേശ മാറി, അതിന് സ്ഥാനമാറ്റം സംഭവിച്ചു. ഓക്കെ, ഇങ്ങനെ ഇരുന്ന മേശ പോയിട്ട് ഇവിടെ എത്തി. അപ്പോൾ അതേ ഡയറക്ഷനിൽ സ്ഥാനമാറ്റം സംഭവിച്ചു എന്ന് വെച്ചാൽ അതിന് നമ്മൾ പോസിറ്റീവ് വർക്ക് എന്ന് പറയും. ഇനി നെഗറ്റീവ് വർക്ക്, നമ്മൾ കൊടുക്കുന്ന ബലത്തിൻ്റെ എതിർദിശയിലാണ് സ്ഥാനമാറ്റം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് വടംവലി അല്ലേ. വടം വലിക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വലിക്കും, പക്ഷെ അതിന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ടീം അങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്? അതാണ് നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. ഇനി സീറോ വർക്ക് എന്ന് പറയുന്നത് നമ്മളൊരു ചുമരിൽ ബലം പ്രയോഗിക്കുകയാണ്. നമ്മളൊരു ചുമരിനെ പിടിച്ച് തള്ളുമ്പോൾ ചുമരിന് മാറ്റം എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല, സ്ഥാനമാറ്റം അവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ അതെന്താണ്? അത് സീറോ വർക്കാണ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് വർക്ക് എന്താണ്, പോസിറ്റീവ് വർക്ക് എന്താണ്, സീറോ വർക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ തന്നെ സ്ഥാനമാറ്റം സംഭവിക്കുന്നത് പോസിറ്റീവ്. നമ്മൾ കൊടുക്കുന്ന എന്താണ് എങ്ങോട്ടാണോ ബലം കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലോട്ടാണ് സ്ഥാനമാറ്റം സംഭവിക്കുന്നതെങ്കിൽ നെഗറ്റീവ് വർക്ക്. നമ്മൾ ബലം പ്രയോഗിച്ചിട്ടും സ്ഥാനമാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ അതെന്താണ്? അത് സീറോ വർക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവും, തറ പ്രയോഗിച്ച ഘർഷണ ബലം എന്താണ്? ചെയ്ത പ്രവൃത്തി നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. അടുത്തത് പ്രവൃത്തി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് എനർജിയാണ്, ഊർജമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഊർജം? ഊർജം എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എന്ത്? ഊർജം എന്ന് പറയുന്നത്. പ്രവൃത്തി എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ബലം പ്രയോഗിച്ച ദിശയിൽ തന്നെ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പ്രവൃത്തി ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു സാധനം പിടിച്ച് തള്ളണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിനൊരു കഴിവ് വേണം. അതിനെയാണ് നമുക്ക് ഊർജം എന്ന് നമ്മൾ പറയുന്നത്. പ്രവൃത്തിയുടെ അളവ് തന്നെയായിരിക്കും ഊർജത്തിൻ്റെയും അളവ്. അതിനാൽ ഊർജത്തിൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? ജൂള് തന്നെയാണ്. ഓക്കെ, പ്രവൃത്തിയുടെയും ഊർജത്തിൻ്റെയും യൂണിറ്റ് എന്ത് തന്നെയാണ്? ജൂൾ തന്നെ ആണ്.
അപ്പം നമുക്ക് പലതരത്തിലുള്ള ഊർജ്ജ രൂപങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? യാന്ത്രികോർജ്ജമുണ്ട്, താപോർജ്ജമുണ്ട്, വൈദ്യുതോർജ്ജമുണ്ട്, സൗരോർജ്ജമുണ്ട്, പലതരത്തിലുള്ള ഊർജ്ജങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ യാന്ത്രികോർജ്ജത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. യാന്ത്രികോർജ്ജം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഗതികോർജ്ജം, രണ്ട് സ്ഥിതികോർജ്ജം. യാന്ത്രികോർജ്ജം എത്ര തരത്തിലുണ്ട്? രണ്ട് തരത്തിലുണ്ട്, ഗതികോർജ്ജവും സ്ഥിതികോർജ്ജവും. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ഗതികോർജ്ജം എന്താണ്? കൈനറ്റിക് എനർജിയാണ് പറയുന്നത്. ഓക്കെ, ഗതികോർജ്ജം അഥവാ കൈനറ്റിക് എനർജിയാണ്. ഇവിടെ നോക്കുക, ചലിക്കുന്ന വസ്തുക്കൾക്ക് ഗതികോർജ്ജം ഉണ്ട്. അതായത് ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് എന്ത്? ഗതികോർജ്ജം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ ഡെഫിനിഷൻ തന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ടുണ്ടാകുന്ന ലഭിക്കുന്ന ഊർജ്ജം ഏതാണ്? ഗതികോർജ്ജമാണ്. ഇനി ഗതികോർജ്ജത്തിൻ്റെ ഇക്വേഷനും കൂടെ പഠിച്ചേക്കുക. m മാസ്സുള്ള ഒരു വസ്തു v പ്രവേഗത്തോടു കൂടി ചലിക്കുമ്പോൾ അതിൻ്റെ ഗതികോർജ്ജം എന്ന് പറയുന്നത് എന്താണ്? k, കൈനറ്റിക് എനർജി k ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണ്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ് അല്ലേ? k ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണ് എന്ത്? ഗതികോർജ്ജത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതെവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 70 കിലോഗ്രാം മാസ്സുള്ള ഒരാൾ 80 കിലോഗ്രാം മാസ്സുള്ള ഒരു സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂട്ടറിന് 10 മീറ്റർ പെർ സെക്കൻഡ് വേഗമുണ്ടെങ്കിൽ ആകെ ഗതികോർജ്ജം എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ m തന്നിട്ടുണ്ട് അല്ലേ, v തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക, m എന്ന് പറയുന്നത് 70 കിലോഗ്രാം മാസ്സുള്ള ഒരാൾ 80 കിലോഗ്രാം മാസ്സുള്ള ഒരു സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൊത്തം മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 70 + 80 ആണ് അല്ലേ? ആളുടെയും സ്കൂട്ടറിൻ്റെയും മാസ് നമ്മൾ കണക്കൂട്ടണം. അപ്പോൾ 70 + 80 150 ആണ് ടോട്ടൽ മാസ് എന്ന് പറയുന്നത്. v എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? അപ്പോൾ അത് തന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് mv² എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു 150 ഇൻറ്റു 10². അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 7500 ജൂൾ, 7.5 കിലോ ജൂൾ എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത്? ഹാഫ് mv². ആ ഇക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് പ്രവൃത്തി ഊർജ്ജ തത്വം, വർക്ക് എനർജി പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. അതായത് ഇവിടെ നോക്കുക, m മാസ്സുള്ള ഒരു വസ്തു u പ്രവേഗത്തോടു കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വസ്തു സഞ്ചരിക്കുന്ന അതേ ദിശയിൽ ബലം പ്രയോഗിച്ചപ്പോൾ അതിൻ്റെ ത്വരണം a ആയി. ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം s ആണ്. എങ്കിൽ ബലം ചെയ്ത പ്രവൃത്തി എത്രയാണ്? പ്രവൃത്തി എന്ന് പറയുന്നത് W = F × S ആണ്. ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചലന നിയമം. F = ma ആണ് അല്ലേ? അപ്പോൾ W = Fs എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ma × S എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ചലന സമവാക്യം അനുസരിച്ച് v² = u² + 2as. ഇവിടെ ഇക്വേഷൻ ഡെറിവേഷൻ ആണ്, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കാം. v² = u² + 2as. u എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം, v എന്ന് പറയുന്നത് അന്ത്യപ്രവേഗം, ത്വരണം a എന്ന് പറയുന്നത് എന്താണ്? ത്വരണമാണ്. സ്ഥാനാന്തരം എന്ന് പറയുന്നത് s ആണ്. ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചേക്കുക. ഓക്കെ, ദെൻ W = ഹാഫ് mv² - ഹാഫ് mu². അതൊന്ന് ജസ്റ്റ് പഠിച്ചേക്കുക. ഓക്കെ, അതായത് പ്രവൃത്തി പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? ഗതികോർജ്ജത്തിലുണ്ടായ മാറ്റം. ഇതാണ് പ്രവൃത്തി ഊർജ്ജ തത്വം. പ്രവൃത്തി ഊർജ്ജ തത്വം എന്താണ് എന്നുള്ളതാണ് ഈ ഇക്വേഷനും പഠിച്ചു വയ്ക്കുക. ഓക്കെ, പ്രവൃത്തി എന്ന് പറയുന്നത് ഗതികോർജ്ജത്തിൽ ഉണ്ടായ മാറ്റമാണ്. അതായത് ഹാഫ് mv² - ഹാഫ് mu². വിയും u എന്താണ്? u എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം, v എന്ന് പറയുന്നത് അന്ത്യപ്രവേഗമാണ്. പ്രവൃത്തി എന്ന് പറയുന്നത് ഗതികോർജ്ജത്തിൽ ഉണ്ടായ മാറ്റമാണ്. ഹാഫ് mv² - ഹാഫ് mu² ആണ്. ഇതാണ് എന്ത്? പ്രവൃത്തി ഊർജ്ജ തത്വം, വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആ ഒരു തത്വം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്തത് സ്ഥിതികോർജ്ജമാണ്. നമ്മൾ പറഞ്ഞു യാന്ത്രികോർജ്ജം രണ്ട് തരത്തിലുണ്ട്, ഗതികോർജ്ജവും സ്ഥിതികോർജ്ജവും. ഗതികോർജ്ജം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അടുത്തത് സ്ഥിതികോർജ്ജം അഥവാ പൊട്ടൻഷ്യൽ എനർജി ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്ഥിതികോർജ്ജം എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇവിടെ സ്ഥാനവും സ്ഥിതികോർജ്ജവും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു നിശ്ചിത ഉയരത്തിലുള്ള വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം ഏത് സ്ഥാനമാണോ 0 പൊട്ടൻഷ്യലായിട്ട് കണക്കാക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. മറ്റു രീതിയിൽ നിർദ്ദേശിച്ചിട്ടില്ല എങ്കിൽ തറയെയാണ് 0 പൊട്ടൻഷ്യലായിട്ട് കണക്കാക്കാനുള്ള സ്ഥാനമായിട്ട്. അതായത് സ്ഥാനം, ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക?
സ്ഥിതികോർജം എന്ന് പറയും. ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം. സ്ഥിതികോർജം U = mgh ആണ്. ഈ ഇക്വേഷനും പഠിച്ചു വയ്ക്കാം. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം എന്താണ്? സ്ഥിതികോർജമാണ്. സ്ഥിതികോർജം. അപ്പോൾ ഒരു നിശ്ചിത ഉയരത്തിലുള്ള ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം ഏത് സ്ഥാനമാണോ 0 പൊട്ടൻഷ്യലായിട്ട് കണക്കാക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതായത് തറയെയാണ് നമ്മൾ എന്ത് ചെയ്യുക? 0 പൊട്ടൻഷ്യലായിട്ടുള്ള സ്ഥാനമായിട്ട് എപ്പോഴും കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ തറയിലോട്ട് വീഴുന്ന എന്ത് വേണമെങ്കിലും, തെങ്ങിലുള്ള തേങ്ങ, ഓക്കെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഊർജ്ജ സംരക്ഷണ നിയമമാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. അപ്പോൾ ഇവിടെ ഊർജ്ജ പരിവർത്തനം, ഇത് നമുക്ക് ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും എന്ന് പറഞ്ഞ് ഇനി അടുത്തൊരു ടോപ്പിക്കായിട്ട് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് വലിയൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, അത് മാത്രമായിട്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഊർജ്ജ പരിവർത്തനത്തിൽ ഇതും ആ ഒരു ഭാഗത്ത് വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്തിരിക്കുക കേട്ടോ. വൈദ്യുത ജനറേറ്ററിലുള്ള ഊർജ്ജ പരിവർത്തനം എന്താണ്? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. യാന്ത്രികോർജ്ജം എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. വൈദ്യുത ജനറേറ്ററിൽ എന്ത് സംഭവിക്കുന്നു? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഫാനിൽ എന്താണ് ചെയ്യുന്നത്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ടാണ് മാറുന്നത്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ടാണ്. ദെൻ ഇസ്തിരിപ്പെട്ടി എന്താണ്? വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ടാണ് മാറുന്നത്. വൈദ്യുത ബൾബിലാണെങ്കിലോ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഈ ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ഉപകരണം തന്നിട്ട് അതിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ് എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, ചോദിക്കും. നമുക്കൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കാനുണ്ട്, ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും. അത് നമുക്ക് വേറൊരു ചാപ്റ്റർ ഉണ്ട് വലുതായിട്ട്, അപ്പോൾ അത് നമുക്ക് അപ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും ആ ടേബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. ഇനി നമ്മൾ പറയാൻ വന്നത് എന്താണ്? ഊർജ്ജ സംരക്ഷണ നിയമമാണ് അല്ലേ. അപ്പോൾ ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഊർജ്ജം എന്ന് പറയുന്നത് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ നമുക്ക് കഴിയില്ല. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഊർജ്ജ രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലോട്ട് മാറ്റാനാണ് കഴിയത്തുള്ളൂ. ഇതിനെയാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുക. അപ്പോൾ നമ്മൾ പറഞ്ഞു യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു, വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നു, വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഊർജ്ജത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലോട്ട് മാറ്റാം. പക്ഷേ നിർമ്മിക്കാനോ നശിപ്പിക്കുവാനോ എന്ത് ചെയ്യില്ല? കഴിയില്ല. ഇതിനെയാണ് ഊർജ്ജ സംരക്ഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതെന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പ്രവൃത്തി പഠിച്ചു, ഊർജ്ജം പഠിച്ചു. അടുത്തത് പവറാണ്. പവറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നോക്കുക, പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തിയുടെ നിരക്കിനെയാണ് പവർ എന്ന് പറയുന്നത്. പവർ എന്ന് പറയുന്നത് പ്രവൃത്തി ബൈ സമയമാണ്. അതായത് P = W/T ആണ്. പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ പ്രവൃത്തി ബൈ സമയമല്ലേ. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സമയത്തിൻ്റെ യൂണിറ്റ്, അതായത് ജൂൾ പെർ സെക്കൻഡ് ആണ് വരുന്നത്. ഓക്കെ, ജൂൾ പ്രതി സെക്കൻഡിനെയാണ് വാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടാണ്. അപ്പോൾ വാട്ട് എന്നുള്ളതാണ് പവറിൻ്റെ യൂണിറ്റ്. ഓക്കെ, പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ്. ഓക്കെ, അപ്പോൾ 1 കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ടാണ്. ഓക്കെ, 1000 വാട്ടാണ് 1 കിലോ വാട്ട് എന്ന് പറയുന്നത്. ഒരു HP എന്ന് പറയുന്നത് എന്താണ്? 746 വാട്ടാണ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ചോദിക്കാറുണ്ട്. ഒരു HP എന്ന് പറയുന്നത് എത്രയാണ്? 746 വാട്ടാണ് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ പ്രവൃത്തി എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഊർജ്ജം എന്താണെന്ന് നമ്മൾ പഠിച്ചു, പവർ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ഇവിടെ ഒരു ഹോഴ്സ് പവർ, കുതിരശക്തി, HP-യും കൂടെ നമുക്ക് പഠിക്കണം. പണ്ട് വണ്ടി വലിക്കാനും മറ്റു പല ആവശ്യങ്ങൾക്കും കുതിരകളെയാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഒരു കുതിരയുടെ പവറിനെയാണ് ഒരു കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ എന്ന് പറയുന്നത്, 1 HP എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് ഏകദേശം 746 വാട്ടാണ്. ഇതാണ് നമ്മളവിടെ പറഞ്ഞത് അല്ലേ. ഒരു HP എന്ന് പറയുന്നത് 746 വാട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ പ്രവൃത്തി, ഊർജ്ജം, പവർ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ പ്രവൃത്തിയും ഊർജ്ജവും എന്ന് പറയുന്ന ഭാഗം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഊർജ്ജത്തിൻ്റെ ഉറവകൾ, പ്രവൃത്തി, ഊർജ്ജം, പവർ എന്ന് പറയുന്ന ഈ 2 ചാപ്റ്ററാണ് ഇവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നമുക്ക് ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ചാപ്റ്ററാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്